واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا بني إنها إن تك مثقال حبة من خردل فتكون في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസിനികളെ, ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരെ, ഒരു പ്രവൃത്തി അഥവാ മനുഷ്യന് ചെയ്യുന്നൊരു കർമ്മം, അത് എത്ര ചെറുതാണെങ്കിലും, കടുകുമണിയോളമേ ഉള്ളുവെങ്കിൽ പോലും, അതെത്ര ചെറുതായാലും, അത് വല്ല പാറക്കെട്ടിനുള്ളിലോ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലോ, അതുമല്ല ഉപരിയിൽ ആകാശത്തോ എവിടെയെങ്കിലും ഒളിഞ്ഞു കടന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യര് ചെയ്യുന്ന പ്രവർത്തനത്തെ ഹാജരാക്കുക തന്നെ ചെയ്യുക. എത്രത്തോളം എന്ന് വെച്ചാൽ എത്ര സൂക്ഷ്മമായതാണെങ്കിലും അല്ലാഹു കൊണ്ടുവരും. അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്ത് ഫജ്റിൽ 89-ാം അധ്യായം അതിന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്. വഖൗലുഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട് എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറഞ്ഞു, യസ്മഉ വയറാ. യസ്മഉ വയറാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അതായത് മനുഷ്യരാശി പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനവും, അതെത്ര ചെറുതായാലും എത്ര വലുതായാലും, അത് സ്വകാര്യതയിലുള്ളതാണെങ്കിലും പരസ്യമാണെങ്കിലും ശരി, അല്ലാഹു കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അതായത് പ്രിയമുള്ളവരെ, നന്മ ചെയ്തവർക്ക് സ്വർഗം നൽകുന്നതിനു വേണ്ടിയും തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നൊരിക്കലും പശ്ചാത്തപിക്കാതെ, നന്മ കൊണ്ട് അതിനെ മറികടക്കാതെ തിന്മ മാത്രം തുടർന്നുകൊണ്ടിരിക്കുന്നവർക്ക് നരകം നൽകുന്നതിനും നമ്മുടെ റബ്ബുൽ ഇസ്സത്ത് ജനങ്ങളുടെ, മനുഷ്യരുടെ, അവന്റെ സൃഷ്ടികളുടെ പ്രവർത്തനത്തെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ്. അതാണ് മഹാനായ ലുഖ്മാൻ തന്നോടൊപ്പം ഉയർന്നു നിൽക്കാൻ പാകത്തിനായ, അല്ലെങ്കിൽ ഒരു അഡോളസൻസ് ടീനേജുകാരന്റെ പ്രായക്കാരനായ തന്റെ മോനെ, തന്റെ പൊന്നുമോനെ അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉപദേശം, മോനെ, നിന്റെ പ്രവർത്തനങ്ങളിൽ രഹസ്യമായതും പരസ്യമായതും അല്ലാഹു തആല കൊണ്ടുവരുമെന്ന്. എന്താ അദ്ദേഹം പറഞ്ഞ വാക്ക്? يا بني إنها إن تك مثقال حبة من خردل فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله. എന്റെ കുഞ്ഞുമോനെ, യാ ബുനയ്യ, തീർച്ചയായും അത് കാര്യം, പ്രവൃത്തി ഒരു കടുക് മണിയുടെ തൂക്കമുള്ളതാണെങ്കിലും ശരി. കടുക് മണി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അറിയുന്ന ചെറിയൊരു ധാന്യവസ്തുവാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അത്ര ചെറിയതാണെങ്കിൽ പോലും എന്നിട്ടതൊരു പാറക്കല്ലിനുള്ളിലോ അല്ലെങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും പൊന്നുമോനെ അള്ളാഹു അത് കൊണ്ടുവരും. കാരണം ആരാന്നറിയോ? അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹു ലത്തീഫാണ്, ഖബീറാണ്. ഈ ഒരു ആയത്തിന്
വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ബാപ്പയായ ലുഖ്മാനോട് പൊന്നുമോൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഈ ആയത്ത്. എന്താ ചോദ്യം എന്നറിയോ? അന്നബിന് ലുഖ്മാൻ ഖാല ലി അബീഹി, ഇബ്നു ലുഖ്മാൻ എന്നവരുടെ മോൻ തന്റെ ബാപ്പ ലുഖ്മാനോട് ചോദിച്ചു, അറഅയ്ത ലൗ കാനത് ഹയ്യത്തുൻ ഫീ ഖഅരിൽ ബഹരി അകാന അല്ലാഹു യഅലമുഹാ. കടലിന്റെ അടിത്തട്ടിൽ ബാപ്പ കടലിന്റെ അടിത്തട്ടിൽ ഒരു ധാന്യമുണ്ടെങ്കിൽ, കടലിന്റെ അടിത്തട്ടിലാണ് ഒരു ധാന്യമുണ്ടെങ്കിൽ അതും അള്ളാഹു അറിയോ? അത്ര സൂക്ഷ്മമായത് അല്ലാഹു അറിയോ? ഫഅജാബഹു ബിഹാദിഹിൽ ആയ. അപ്പോൾ അദ്ദേഹം ഈ വാക്യത്തിലൂടെ തന്റെ പൊന്നുമോൻ ഉത്തരം നൽകിയതാണ്. ഇമാം സുദ്ദി റഹ്മഹുല്ലാ താബീങ്ങൾ പ്രസിദ്ധനാണ്, അദ്ദേഹം നൽകുന്ന തഫ്സീറാണ്. മഹാനായ ഇമാം മുഖാത്തിൽ ഇബ്നു ഹയ്യാൻ അല്ലെങ്കിൽ മുഖാത്തിൽ റഹ്മഹുല്ലാ പറയാണ്, രണ്ടാമതായി ഇതിന് നൽകുന്ന ഒരു തഫ്സീർ അന്നഹു ഖാല, പൊന്നുമോനായ ലുഖ്മാന്റെ പൊന്നുമോൻ തന്റെ ബാപ്പനോട് ചോദിക്കുകയാണ്, യാ അബത്തി, എന്റെ പൊന്നുപ്പ, ഇൻ അമിൽതുൽ ഖതീഅത ഹൈതു ലാ യറാനി അഹദുൻ കൈഫ യഅലമുഹു അല്ലാഹ്. എന്റെ ബാപ്പ, ഇന്നത്തെ ആധുനിക തലമുറ, ഈ വെക്കേഷനിൽ ജീവിക്കുന്ന തലമുറ, വിശിഷ്യ അഡോളസൻസ്, കൗമാരക്കാര്, ടീനേജുകാര് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഈ വാക്ക് വളരെ പ്രധാനമാണ്. എന്റെ ബാപ്പ ആരും കാണാത്തടത്ത് വെച്ച്, ഒരാളും കാണില്ല, അങ്ങനെ ഒരിടത്ത് വെച്ച് ഞാൻ പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ അള്ളാഹു അതെങ്ങനെ അറിയും? അള്ളാഹു അതെങ്ങനെ അറിയും? ഇപ്പൊ പല മക്കളും ധാരണ അങ്ങനെ, ബാപ്പ അറിയണില്ലല്ലോ അല്ലെങ്കിൽ ആരും കാണില്ലല്ലോ എന്നാണ്. എങ്ങനെ അറിയും? അപ്പൊ അദ്ദേഹം മോനോട് പറഞ്ഞു, ഫഅജാബഹു ബിഹാദ, അദ്ദേഹം തന്റെ മകന് ഉത്തരം നൽകിയത് ഇപ്രകാരമാണ്. എന്താണ്? യാ ബുനയ്യ, കുഞ്ഞുമോനെ, നീ എത്ര സ്വകാര്യതയിൽ തെറ്റ് ചെയ്താലും ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, നിശ്ചയമായും കാര്യം അത് ഖൈറാകട്ടെ ഷർറാകട്ടെ, മിൻ ഖൈരിൻ ഔ ശർരിൻ, ഖൈറിൽ നിന്നുള്ളതാകട്ടെ ഷർറിൽ നിന്നുള്ളതാകട്ടെ, അതൊരു കടുകിൽ നിന്നുള്ള തൂക്കം, ഒരു ധാന്യമണിയുടെ തൂക്കമായാലും ശരി. അങ്ങനെ പറഞ്ഞാൽ ഇന്നഹ എന്നാണ്, ഇന്നഹ അത് എന്നാണ്. ഏത്? ഐ അസ്സയ്യിഅത അവിൽ ഹസന, മനുഷ്യരുടെ നന്മയായാലും മനുഷ്യരുടെ തിന്മയായാലും, മനുഷ്യർ പ്രവർത്തിച്ച നന്മ എത്ര ചെറുതായാലും അള്ളാഹു കൊണ്ടുവരും, മനുഷ്യർ പ്രവർത്തിച്ച തിന്മ അതത്ര ചെറുതായാലും അള്ളാഹു കൊണ്ടുവരും. അതായത് നന്മയുടെ സൽഫലവും തിന്മയുടെ ദുഷ്ഫലവും അത് മടങ്ങുക, പ്രിയമുള്ളവര്, അത് ചെയ്തവരിലേക്ക് തന്നെ. നമ്മൾ എത്ര നന്മ ചെയ്തോ അതിന്റെ ഫലം നമ്മിലേക്ക് മടങ്ങാം, നമ്മൾ എത്ര തിന്മ ചെയ്തോ അതിന്റെ ദുഷ്ഫലവും നമ്മിലേക്ക് തന്നെ മടങ്ങാം. ചില ആളുകള് പൊതുവേ അശ്രദ്ധരാകുന്നൊരു മേഖലയാണ്. ചിലപ്പോ തിന്മ ഇതുണ്ടാകുക എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, തിന്മ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്ന ചോദ്യത്തിന് അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളും തെളിവുകളും സഹിതം വിശദീകരിക്കുന്ന ചില ഭാഗത്ത് കാണാം. ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? നന്മയിൽ നിന്ന് തടസ്സം നിൽക്കുന്ന, നന്മ ചെയ്യാനുള്ള തടസ്സമുണ്ടാകും തിന്മ ചെയ്താൽ. പിന്നെയോ വീണ്ടും തിന്മയിലേക്ക് തന്നെ അയാൾ പോയിക്കൊണ്ടേയിരിക്കുന്ന. എന്നാൽ ഒരുത്തൻ നന്മയാണ് ചെയ്യുന്നതെങ്കിലോ, ഇമാമിങ്ങൾ വിശദീകരിക്കാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പോലെയുള്ളവരൊക്കെ പ്രത്യേകിച്ച്, അയാൾക്ക് വീണ്ടും അടുത്ത നന്മ ചെയ്യാനാകും, കൂടാതെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുമാകുമെന്ന്. മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന പല മാനസിക പ്രശ്നങ്ങളുടെയും നാരായ വേര്, നമ്മുടെ കേരളീയ ഭാഷ പറഞ്ഞാൽ അത് നമ്മൾ അനുഷ്ഠിക്കുന്ന പാപങ്ങളോ, മനുഷ്യരുടെ തിന്മകൾ. ആ തിന്മകൾ മനുഷ്യരുടെ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു, അവന്റെ ജീവിതത്തിലെ സാമ്പത്തിക മേഖലകളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു, അവന്റെ വ്യക്തി ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു, അവന്റെ മക്കളെപ്പോലും തലതിരിഞ്ഞവരായി കൊണ്ടുവരാൻ കാരണമാകുന്നു. ഓരോന്നിനും തെളിവുകൾ പണ്ഡിതന്മാർ പറയുന്നു. ഞാൻ അത്രയും വിശാലതയിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലാത്തതാണ്. മഹാനായ ലുഖ്മാൻ തന്റെ പൊന്നുമോന് നൽകുന്ന ഈ ഉപദേശത്തിന്റെ സമാനമായൊരു വാക്ക് വിശുദ്ധ ഖുർആനിൽ 21-ാം അധ്യായം സൂറത്ത് അംബിയ 47 കാണാൻ പറ്റും. അവിടെ എന്താ പറഞ്ഞ വാക്ക് അറിയോ? وَإِن كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. അത് മനുഷ്യരുടെ കർമ്മം ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും ശരി, അള്ളാഹു പറയാണ് നാം അത് കൊണ്ടുവരുന്നതാണ്. കണക്ക് നോക്കുവാൻ നാം തന്നെ മതി എന്നാണ്. പ്രിയമുള്ളവരെ, ആരും കണ്ടിട്ടുണ്ടാവില്ല, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പലപ്പോഴും തെറ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർ കരുതിയതെല്ലാം അള്ളാഹു കൊണ്ടുവരും. എങ്ങനെ? അതെത്ര ചെറുതായാലും എത്ര വലുതായാലും.
അള്ളാഹു അത് കൊണ്ടുവരുന്ന. നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ എങ്ങനെ ഇത് കൊണ്ടുവരുന്നത്? അള്ളാഹു അതിനു വേണ്ടി സംവിധാനിച്ചൊരു വിശാലതയുണ്ട്. അള്ളാഹുവാണ് ഒന്നാമത്തെ സാക്ഷി, മലക്കുകളാണ് രണ്ടാമത്തെ സാക്ഷി, മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് മൂന്നാമത്തെ സാക്ഷി, മനുഷ്യർ ജീവിക്കുന്ന പ്രകൃതിയാണ് നാലാമത്തെ സാക്ഷി. അള്ളാഹു അക്ബർ. അതുകൊണ്ട് മകനെ ചേർത്ത് നിർത്തിയിട്ട് ബാപ്പ പറഞ്ഞു കൊടുക്കുന്നത്, മോനെ, അള്ളാഹുവിൽ നിന്ന് നമുക്ക് യാതൊന്നും മറച്ചു വെക്കാനാകൂല. തൗഹീദിന്റെ അടിസ്ഥാന ബോധം. ഏതൊരു അള്ളാഹുവിന് മാത്രം ആരാധന നടത്തണം, ഏതൊരു അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, നേർച്ചയർപ്പിക്കണം, സത്യം ചെയ്യണം, എന്തുകൊണ്ട് റബ്ബല്ലാത്തവരിലേക്ക് തിരിയരുത് എന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ മുന്നിൽ സ്വാഭാവികമായും ആ അള്ളാഹുവിനെ കുറിച്ചുള്ള തികഞ്ഞ ധാരണ, ആ ധാരണ കൃത്യമായാൽ, എന്റെ റബ്ബ് കാണും, കേൾക്കും, അറിയും, കൊണ്ടുവരും എന്ന ബോധം ശക്തമായാൽ എത്രത്തോളം ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കുന്നുവോ അത്രത്തോളം ഇൻഷാ അല്ലാഹ് മഅസിയത്തിൽ നിന്നും അകന്നു നിൽക്കാൻ സാധിക്കും. എന്തുകൊണ്ട് നമുക്ക് ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റിയ? അൽഹംദുലില്ലാഹ്, വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ നിഅമത്താണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത്, ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റിയ ആളുകൾക്ക് പോലും പലിശയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റില്ല. ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റിയ ആളുകൾക്ക് പോലും നാവിന്റെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റണില്ല. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ പല ആളുകൾക്കും പല തമ്മാടിത്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണില്ല. എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, ഏതൊരു അല്ലാഹുവിനെയാണോ നമ്മൾ ഏകനാക്കിയത് അതേ അല്ലാഹ് കാണും, കേൾക്കും, അറിയും എന്ന തൗഹീദിന്റെ അടിസ്ഥാനപരമായ ബോധം എന്തേ ആ വിഷയത്തിൽ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അള്ളാഹിനെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ടാണ്. മഅരിഫത്തുല്ലാഹ്, പരിഹാരം മാത്രമുള്ള അള്ളാഹിനെ പഠിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മോനെ ചേർത്തി നിർത്തിയിട്ട് ബാപ്പ പറഞ്ഞു കൊടുക്കണം, മോനെ, ആരീന്ന് മറച്ചു വെക്കാം, പക്ഷെ അള്ളാഹുവിൽ നിന്നൊരു കാര്യം മറച്ചു വെക്കാൻ പറ്റൂല, അത് അള്ളാഹു കൊണ്ടുവരും. അള്ളാഹുവിന്റെ ജ്ഞാനത്തിനും പിടുത്തത്തിനും അതീതമായി യാതൊന്നും ഉണ്ടാകൂല. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു കൊടുത്ത, പാറക്കെട്ടിനുള്ളിലുള്ള ഒരു കടുകുമണി ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടിയിലുണ്ട്. ലോകം എത്ര പുരോഗമിച്ചാലും, ലേസർ രശ്മികൾ എത്ര ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലും, അപ്പോഴും ശൂന്യതയിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അതറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. തുടർന്ന് ലുഖ്മാൻ തന്റെ മോനെ പഠിപ്പിക്കുന്നതാണ്, എന്തറിയോ? ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എന്നിട്ടത് ഏത് മോനെ നമ്മൾ ചെയ്യുന്ന നന്മ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന തിന്മ ഒരു പാറക്കല്ലിനുള്ളിലോ അല്ലെങ്കിൽ ആകാശങ്ങളിലോ അല്ലെങ്കിൽ ഭൂമിയിലോ എവിടെയായിരിക്കുകയും ചെയ്താലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരുന്നു. ഒരു നന്മയും അല്ലാഹു കൊണ്ടുവരാതിരിക്കില്ല, ഒരു തിന്മയും അല്ലാഹു കൊണ്ടുവരാതിരിക്കില്ല. ഇവിടെ മഹാനായ ലുഖ്മാൻ ഉപയോഗിച്ചൊരു പദം തരും, തകുൻ ഫീ സഖറത്തിൻ. സഖറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രിയമുള്ളവരെ, നല്ല ബലമുള്ള ഉറപ്പുള്ള ഒരു പാറക്കല്ലിന് പറയുന്ന പേരാണ് സഖറത്ത്. ഈ ആയത്തിന്റെ തഫ്സീൽ അത് കാണാൻ പറ്റും. അതുപോലെ ഇമാം ഖത്താദ റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് തകുൻ ഫീ സഖറത്തിൻ എന്ന് പറഞ്ഞാൽ ഐ തകുൻ ഫീ ജബലിൻ. മനുഷ്യർ ചെയ്തു വെച്ച തിന്മ അതൊരു പർവ്വതത്തിന്റെ അകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ശരി, പർവ്വതത്തിന്റെ അകങ്ങളിൽ തുരന്ന് ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും എന്നിട്ട് അതൊരു വലിയ മിലിറ്ററി പവറായി ലോകം കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് 2-3 മാസമായിട്ട് നമ്മൾ പോണത്. നിങ്ങളിവിടെ ഉണ്ടാവും തന്നെ വിചാരിക്കണം. ഇൻഷാ അല്ലാഹ് 2-3 മാസമായിട്ട് നമ്മൾ പോണത് അങ്ങനത്തെ മിലിറ്ററി പവറിനെ കുറിച്ചുള്ള ചർച്ചയിലൂടെയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഏത് തുരങ്കത്തിന്റെ പാതാളത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാലും പൊന്നുമോനെ അള്ളാഹു അതറിയും, കൊണ്ടുവരുന്നത്. അതാണ് സഖറത്ത്, ഉറപ്പുള്ള. അത്രത്തോളം വെച്ചാൽ 7 ഭൂമിക്കടിയിൽ എന്നൊക്കെ തഫ്സീർ നൽകപ്പെട്ടത് കാണാൻ സാധിക്കും. വിശാലമായ ലോകമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വിശിഷ്യ എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, അള്ളാഹുവിൽ നിന്ന് ഒളിച്ചു വെച്ചുകൊണ്ട് നമുക്ക് നല്ലതോ അല്ലെങ്കിൽ ചീത്തയോ ആയ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ സാധ്യത. വിശിഷ്യ തിന്മകൾ. അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു പറഞ്ഞ വാക്കെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ വളരെ മനോഹരമായൊരു വാക്ക്, 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇന്റെ 108-ാമത്തെ ആയത്തിൽ. ഈ വാക്ക് ഓരോ മനുഷ്യരുടെ കൽബിലും നിറഞ്ഞു നിൽക്കേണ്ട വാക്കാണ്. എന്താ വാക്കെന്നറിയോ? യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. യസ്തഖ്ഫൂന മിനന്നാസ്, അവർ മനുഷ്യർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങളെ ഒളിച്ചു വെക്കുന്നു.
വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, എന്നാൽ അല്ലാഹുവിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്ക് കഴിയുകയില്ല. ആരിൽ നിന്ന് മറച്ചു വെക്കാം? ഏത് മനുഷ്യനിൽ നിന്ന് മറച്ചു വെക്കാം. എന്നാൽ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, നിന്റെ ഭാര്യ കണ്ടിട്ടില്ലെങ്കിലും ഭർത്താവ് കണ്ടിട്ടില്ലെങ്കിലും പൊന്നുമോനെ നിന്റെ ബാപ്പയും ഉമ്മയും കണ്ടിട്ടില്ലെങ്കിലും വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിനക്ക് ഒളിച്ചു വെക്കാനാവില്ല. അതുകൊണ്ട് ഇൻസ്റ്റയുടെ സോഷ്യൽ മീഡിയയുടെ പലതിന്റെ ഈ ലോകത്ത് നീ കടന്നു പോകുന്നിടത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. ആരും കാണൂലെന്ന് വിചാരിക്കണം, പക്ഷേ അള്ളാഹു കാണുന്നുണ്ട്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാനാവില്ല. അതായത് തിന്മകളിൽ ഏർപ്പെടുമ്പോൾ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്നറിയാം. അന്നും ഇന്നും ഇനി എന്നും അങ്ങനെയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കി. തിന്മകളിൽ ഏർപ്പെടുമ്പോൾ ജനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ അറിയുന്നതിൽ ലജ്ജ ഉണ്ടാകുന്നു. ഞാനൊരു ഹറാമുക ചെയ്തത് മറ്റൊരാൾ കാണുമ്പോൾ ലജ്ജ ഉണ്ടാകുന്നു. ജനങ്ങൾ ഭയപ്പെടുന്നു. ഏറെ കുറെ കഴിഞ്ഞാൽ പിന്നെ ആ ഭയം ഇല്ലാതാകും, ആ ലജ്ജ ഇല്ലാതാകും. അത് കാരണത്താൽ പലപ്പോഴും ആളുകള് മനുഷ്യർ കാണും എന്നതിനാൽ പലപ്പോഴും ആളുകള് തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ തൊട്ടത് മറച്ചു വെക്കുന്നു, മറ്റുള്ളവർ കാണുകയെ തെറ്റ് ചെയ്യാതിരിക്കുന്നു. എന്നാല് ആര് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു അറിയുന്നതിന് അവർക്ക് യാതൊരു ലജ്ജയോ ഭയമോ ഇല്ല. ജനങ്ങളിൽ നിന്ന് മറ സ്വീകരിക്കുന്നു, പക്ഷെ അള്ളാഹുവിൽ നിന്ന് അവരൊരു മറയും സ്വീകരിക്കുന്നില്ല. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, എത്ര ഗൗരവമുള്ള കാര്യം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ വരുന്ന ഏതൊരു കാര്യം അത് ഖൈറാകട്ടെ ശർറാകട്ടെ, വിശിഷ്യ ശർറ്, നമ്മിൽ വന്നു പോകുന്ന ന്യൂനതകൾ അത് അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, പരലോകത്ത് ആഖിറത്തിൽ വിചാരണയുടെ വേളയിൽ അള്ളാഹു എല്ലാം ഹാജരാക്കും, ഒന്നുപോലും വിടാതെ. ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞതാണ്. എന്തറിയോ? യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. ഏതാണ് രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ഉദ്ദേശങ്ങളും വിശ്വാസങ്ങളും മുഴുവനും അന്ന് മറ നീക്കി പുറത്തു വരും. അങ്ങനെ സൽക്കർമ്മിയും ദുഷ്കർമ്മിയും വേർതിരിക്കുന്ന രണ്ടു കൂട്ടരും വേർതിരിയും. രണ്ടു കൂട്ടരുടെയും പര്യവസാനം വേറെ ആയിരിക്കുന്ന എല്ലാം അള്ളാഹു കൊണ്ടുവരും. ആ കൊണ്ടുവരും എന്ന് നേരത്തെ ഒരു ബാപ്പ തന്റെ മോനെ ഉപദേശിക്കണം. നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഇത് പറയുന്നിടത്ത് ലുഖ്മാൻ ഉണ്ടായിരുന്ന വിശാലത എത്രയ്ക്ക്, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അള്ളാഹുവിലുള്ള തീവ്രമായ ഭയവും ഭക്തിയും പ്രതീക്ഷ എത്ര ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലാണല്ലോ ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഇത് കേൾക്കുന്നിടത്ത് ലുഖ്മാന്റെ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ഒരു പിതാവല്ലേ പലരും, നമ്മളെ കുഞ്ഞു മക്കളെ ചേർത്ത് പിടിച്ചിട്ട് മോനെ, നിന്റെ സ്വകാര്യതയിൽ ബാപ്പയും ഉമ്മയും ഇല്ലെങ്കിലും ഇവിടുത്തെ നിയമപാലകരില്ലെങ്കിലും CCTV ക്യാമറകൾക്കപ്പുറത്തേക്ക് മോനെ അല്ലാഹു ഉണ്ട് എന്നൊരു ബോധം പേർത്തും പിന്നെയും അവരെ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ അതിന് സഹായകമാകുന്ന ധാരാളം സംരംഭങ്ങളുടെ പറയുള്ളൂ. നമ്മുടെ മക്കളൊക്കെ ശരിക്കും നമ്മൾ അത്തരം സംരംഭങ്ങൾ കൊണ്ടാക്കണം. ഈ വെക്കേഷനൊക്കെ ധാരാളം ക്ലാസ്സുകളുണ്ട് പല ഭാഗത്തും. കുട്ടികൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുന്ന, പരലോകത്തെ കുറിച്ച് ബോധം ഉണ്ടാക്കി കൊടുക്കുന്ന, അവനവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടാക്കി കൊടുക്കുന്ന, അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. എല്ലാറ്റിനും അപ്പുറത്തേക്ക് അള്ളാഹിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ. ബാപ്പ നിലക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം, പൊന്നു മോനെ അള്ളാഹ് കാണും അറിയും കൊണ്ടുവരുമെന്ന്. അക്കാര്യമാണ് റബ്ബ് സൂറത്തുൽ ആദിയാത്ത് നമുക്കൊക്കെ പരിചയമുള്ളതാ. 100-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ആയത്തിൽ കാണാം, ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ ഉള്ളിലുള്ളതൊക്കെ പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. എല്ലാം മറ നീക്കി പുറത്തു വരും. അപ്പൊ ശരിക്കും അന്നത്തെ അവസ്ഥ എന്തറിയോ? പരലോകത്തെത്തുന്ന സമയത്ത് മനുഷ്യരവസ്ഥ എന്തായിരിക്കും? ഇത് നേരത്തെ ദുനിയാവ് തന്നെ മനസ്സിലാക്കുകയും അവനവന്റെ അഹ്ലുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും പരിചയമായിട്ടാണ്. അപ്പോൾ ആര്
ഒരു ദർറത്ത് എന്ന് പറഞ്ഞാൽ അന്നംലത്തു സഗീറ, നിങ്ങളിരിക്കുന്ന കാർപ്പറ്റിൽ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണുന്ന ചെറിയ കുഞ്ഞനുറുമ്പ്, അതിനാണ് അറബിയിൽ ദർറത്ത് എന്ന് പറയാം. ഇവിടെ അള്ളാഹ് പഠിപ്പിച്ച ദർറത്ത് അതാണ്, റസൂലുള്ളാഹി വിശദീകരിച്ച ദർറത്ത് അതാണ്, മുഫസ്സിറുകൾ മുഴുവൻ പഠിപ്പിച്ച ദർറത്ത് അതാണ്. അന്നംലത്തു സഗീറ, അത്ര ചെറിയ നന്മ ചെയ്തോ അത് പരലോകത്തവൻ കാണും, അത്ര ചെറിയ തിന്മ ചെയ്താലും പരലോകത്തവൻ കാണും. അതിന്റെ മറ്റൊരു രീതിയാണ് ലുഖ്മാൻ തന്റെ പൊന്നുമോന് പറഞ്ഞു കൊടുത്തത്, ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിൽ. അങ്ങനെ വന്നെന്തുണ്ടാവുക, ഒരു വിഭാഗം വിജയിക്കും, മറ്റൊരു വിഭാഗം പരാജയപ്പെടും. ശരി പ്രിയമുള്ളവരെ, എന്നിട്ട് ലുഖ്മാൻ തന്റെ മകനെ ഉണർത്തിയ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഏത് സംഗതിയും അല്ലാഹ് കൊണ്ടുവരുന്നു, ഏത് സംഗതിയും അല്ലാഹ് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യേണ്ടതും, പ്രിയമുള്ളവരെ, ലുഖ്മാൻ പഠിപ്പിക്കുന്ന മകനോട് നൽകുന്ന ഉപദേശത്തിന്റെ വിശാലത അത് വലുതാണ്. അവിടെ ലുഖ്മാൻ അടിവരയിടുന്ന വിഷയതാണ്, നന്മ ചെയ്യേണ്ടതും തിന്മ വെടിയേണ്ടതും അള്ളാഹുവിനെ മാത്രം ഓർത്താണ്. നമ്മൾ ശരിക്കും ആലോചിക്കണം, നമ്മളൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന്റെ വച്ച്. നമ്മളൊരു തിന്മ വെടിയുന്നുണ്ടെങ്കിലും ആരോ ഓർത്ത്? അള്ളാഹുവിനെ മാത്രം ഓർത്ത്. ഒരിക്കലും വ്യക്തി താല്പര്യമല്ല. ഒരു നന്മ ചെയ്യുന്നിടത്തോ തിന്മ മാറ്റി വെക്കുന്നിടത്തോ വ്യക്തി താല്പര്യമല്ല, കുടുംബ താല്പര്യമല്ല, സാമൂഹിക താല്പര്യമല്ല, രാഷ്ട്ര താല്പര്യമല്ല, പിന്നെയോ അള്ളാഹുവിന്റെ താല്പര്യം. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ചെയ്യുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ചെയ്യുന്നില്ല. ലുഖ്മാൻ പൊന്നുമോനെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു മർമ്മഭാഗവതം അത് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹ് കൊണ്ടുവരുട്ടോ. അത് നീ നിനക്ക് വേണ്ടി ചെയ്തതായാലും, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതായാലും, ഈ സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതായാലും, ഇന്നങ്ങനെയല്ലേ കളലിച്ചിക്കൻ. അവിടെയാണ് ലുഖ്മാൻ പറയണത് മോനോട്, മോനെ അല്ലാഹ് കൊണ്ടുവരും. ഈ ബോധം ഓരോ ആൺകുട്ടിക്കുണ്ടായാല് ലഹരിയുടെ ലോകത്തേക്ക് മക്കൾ പോവില്ല. ഈ ഒരു ബോധം ഓരോ പെൺമക്കൾക്കുണ്ടായാല് ലഹരിയുടെയോ വൃത്തികേടിന്റെയോ പ്രണയത്തിന്റെയോ കാമത്തിന്റെയോ ലോകത്തേക്ക് ഒരാൾ കടന്നുപോകൂല. അള്ളാഹു ഹറാമാക്കിയ ലോകത്തേക്ക് അവർ കടന്നുപോകൂല. ഹലാലിൽ മാത്രം അവർ പരിമിതപ്പെടുത്തും. അള്ളാഹ് കൊണ്ടുവരുന്നത്. ശരി പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അള്ളാഹു തആല അത് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് അള്ളാഹു കൊണ്ടുവരുന്നത്? വിശുദ്ധ ഖുർആനിൽ 3-ാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാൻ അതിന്റെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞ വാക്കുണ്ട്, ഒന്ന് പ്രവർത്തിച്ചവൻ അള്ളാഹ് കൊണ്ടുവരും, കർമ്മം ചെയ്തവനെ, നന്മയിലും തിന്മയിലും. 2, അവന്റെ പ്രവർത്തികൾ അള്ളാഹ് ഹാജരാക്കും, നന്മയിലും തിന്മയിലും. 3, ആ നന്മയും തിന്മയും പ്രവർത്തിച്ചവന്റെ കൂടെ സാക്ഷികളെ ഹാജരാക്കും. 1-ാമത്തെ സാക്ഷി അല്ലാഹ്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ. 2-ാമത്തെ സാക്ഷി മലക്കുകളാണ്, യഅലമൂന മാ തഫ്അലൂൻ, അവരാണ്. 3-ാമത്തെ സാക്ഷി മനുഷ്യന്റെ കയ്യും കാലും കണ്ണും കാതും നാക്കും വാക്കുമാണ്, പ്രവർത്തനങ്ങളാണ്, മനുഷ്യന്റെ അവയവങ്ങളാണ്, ജവാരിഹകളാണ്. 4-ാമത്തെ സാക്ഷി അന്തരീക്ഷമാണ്. അതാണ് യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതിയിട്ട് പഠിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റ്. ഈ അന്തരീക്ഷം മുഴുവനും മനുഷ്യന് അനുകൂലമായ പ്രതികൂലമായവരാണ്. എല്ലാം കൂടസാക്ഷികള് മലക്കുകളുണ്ട്, കൂടസാക്ഷികൾ നബിമാരുണ്ട്, ഒരുപാട് സാക്ഷികൾ അല്ലാഹു തആല ഹാജരാക്കും. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനത്തെ, പ്രവർത്തിച്ചവനെ, അതിന്റെ കൂടെ സാക്ഷികളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഹാജരാക്കും. ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കേണ്ട പല ഭാഗത്തും. അതിലൊന്നാണ് 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 30-ാമത്തെ ആയത്ത്. എന്താ പഠിപ്പിക്കണം അറിയോ? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. എന്റെ മുന്നിൽ എന്റെ നന്മയുണ്ടാകും, എന്റെ മുന്നിൽ എന്റെ തിന്മയുണ്ടാകും. അങ്ങനത്തെ ഒരു ദിവസം വരാണ്ട് ഇത് ഹദീത്തുകളും വിശാലമായിട്ട് കാണാൻ പറ്റും. എന്നിട്ടോ ഈ സമയത്ത് തിന്മ മുന്നിൽ കാണുന്ന ഒരാൾ താൻ പ്രവർത്തിച്ച ന്യൂനതകൾ മുഴുവനും തന്റെ മുന്നിൽ കാണുമ്പോൾ അയാൾ ആഗ്രഹിച്ചു പോകുന്നറിയോ? തവദ്ദുലു അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ഞാൻ പ്രവർത്തിച്ച തിന്മക്കുമിടയിൽ വലിയ അകലം, വിദൂരമുണ്ടായിരുന്നെങ്കിൽ.
ഏതാ തിന്മ? ശിർക്കാണ്. ഏതാ തിന്മ? ബിദ്അത്താണ്. ഏതാ തിന്മ? പലിശയാണ്. ഏതാ തിന്മ? മാതാപിതാക്കളെ ദ്രോഹിക്കലാണ്. ഏതാ തിന്മ? ഇണയെ ദ്രോഹിച്ചതാണ്. ഏതാ തിന്മ? മക്കളെ ദ്രോഹിച്ചതാണ്. ഏതാ തിന്മ? സാമൂഹിക അരാജകത്വങ്ങളാണ്. ഏതാ തിന്മ? മാസിയത്തുകളാണ്. ഏത് തിന്മയാലും ശരി, ഏത് തിന്മയാലും ശരി, ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഞാനും എന്റെ തിന്മക്കുമിടയിൽ വലിയ അകലമുണ്ടായിരുന്നത്. ഇവിടുന്നോ ഇഷ്ടപ്പെട്ട് വാരിപ്പുണരാണ് ഹറാമിനെ, സംഗീതത്തെ, സിനിമയെ, സീരിയലിനെ, നാടകങ്ങളെ, ഷോകളെ, എല്ലാറ്റിനും സ്നേഹത്തോടെ വാരി വലിക്കണം. കുടുംബസമേതമാണ് ഇരിക്കുന്നത് വൃത്തികേടിന്റെ മുന്നിൽ. അവിടെ ചെന്നാലോ എല്ലാം എന്നിൽ നിന്ന് ദൂരെ പോട്ടേന്നാണ്. ഇവിടുന്ന് എല്ലായിടത്തും വരട്ടേന്നാണ്. അവിടെ നിന്ന് ആലോചിച്ചക്ക് ഇത്ര വലിയൊരു പടു ജാഹില് മനുഷ്യൻ്റെ അത് ഓർണ്ടാവും. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. രണ്ട് ലോകത്ത് അള്ളാഹു രക്ഷ പ്രദാനം ചെയ്യുന്നുണ്ട്. വലിയ അപകടമാണത്. ലോ അന്ന ബൈന തവദ്ദുലു അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. എന്നിട്ട് അള്ളാഹു പറയാണ് വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. ഈ വാക്ക് വേറെ തന്നെ പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരാൻ മറ്റൊരു ഖുത്ബയിൽ വിശദീകരിക്കും. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ പറ്റി, തന്നെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അരികിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ച പരലോകത്ത് മഹ്ശറയിൽ വിചാരണയുടെ വേളയിൽ ഈ ദുനിയാവിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഹാജരാക്കും. അത് വിചാരണ ചെയ്യും. തദനുസൃതം ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, മറ്റൊന്ന് നരകത്തിലേക്ക്. ഇതാണ് മരിച്ചിട്ടില്ല, കബറടക്കിയിട്ടില്ല, പരലോകത്തെത്തിയിട്ടില്ല, വളർന്നു വരുന്ന കാലഘട്ടത്തിൽ തന്നെ ചേർത്ത് പിടിച്ചിട്ടൊരു വാപ്പ കുഞ്ഞുമോന് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം. എഞ്ചിനീയറും ഡോക്ടറും ഫിലോസഫറും സയന്റിസ്റ്റും സോഷ്യോളജിസ്റ്റും സാമൂഹിക പ്രവർത്തനവും രാഷ്ട്രീയ നേതാവും ആകണം എന്നല്ല വാപ്പ പറഞ്ഞു കൊടുക്കണം. പൊന്നുമോനെ പിടിച്ചിട്ട് മോനെ അള്ളാനെ സൂക്ഷിച്ചോ, അള്ളാനെ സൂക്ഷിച്ചോ, നിന്റെ ഏതേത് പ്രവർത്തനങ്ങളും അള്ളാഹു കൊണ്ടുവരുമെന്ന്. അല്ലാഹു തആല അഅലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനൊരു ബോധത്തോടുകൂടി ജീവിക്കാനും അത്തരം ബോധം സ്വന്തം മക്കൾക്ക്, കുടുംബത്തിൽ നൽകാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചൂട് നല്ല അസഹ്യതയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചൂടിൽ നമുക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ചൂടിന്റെ അസഹ്യതയെ കുറിച്ചൊക്കെ നല്ല പരാതി പറയുന്ന ആൾക്കാരാണ്. എന്നാൽ ഈ ചൂടിന്റെ പുറകിൽ മറ്റ് ചില ഹിക്മത്തുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് പലപ്പോഴും ആലോചിക്കാത്തവരെ പലരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സൃഷ്ടികളിൽ അതികഠിനമായ ഒന്നാണ് നരകം. ഈ നരകത്തിന് രണ്ട് നിശ്വാസമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കടും തണുപ്പും, മറ്റൊന്ന് കൊടും ചൂടും. ഒരു നബി പറയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന കൊടും ചൂട് ഈ നരകത്തിന്റെ നിശ്വാസങ്ങളിൽ ഒന്നാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടരെ, നമ്മൾ ആരോട് പരാതി പറയും? ആരോടാണ് പരിഭവം പറയേണ്ടത്? ആരോടാ പരിഭവം പറയേണ്ടത്? റഹ്മാനായ റബ്ബിനോട്. ഭാര്യ ഭർത്താവിനോടാ പരാതി, ബാപ്പനോട് മക്കള് പരാതി, അല്ലെ? ഏതെങ്കിലും ഭൗതികമായ കറണ്ട് പോലെ, എ സി പോലെ, കൂളർ പോലത്തെ സംവിധാനങ്ങൾ കേടുവന്നാൽ പിന്നെ പൊരയിൽ കച്ചറയുണ്ട്. പക്ഷെ അപ്പോഴും ഒരാളെ കരങ്ങളും ഉപരിയിലേക്ക് നീളൂല, ഒരാളുടെ കൽബും റഹ്മാനായ റബ്ബിങ്കിലേക്ക് തിരിയൂല. അല്ലാഹുവേ, നീ ഈ ചൂടിന്, അസഹ്യതക്ക് അതിന്റെ പരിഹാരം നൽകണ റബ്ബേന്ന് പറയൂല. പരസ്പരം പറയും. പരസ്പരമല്ല പ്രിയമുള്ളവരെ പറയേണ്ടത്. എന്ന് നമ്മൾ അല്ലാഹുവിലേക്ക് തിരിയണോ? ഞാൻ പറയണത് തൗഹീദ് ഇല്ലാത്തവരെ കുറിച്ചല്ല, തൗഹീദ് ഉള്ളവര് പോലും. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ എന്ന് ഓതുനോരാ നമ്മള്. ഓതുനോരാ ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന് മറ്റുള്ളവർക്ക് പറയുന്നവരാ നമ്മള്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുകൊണ്ട് ഇസ്തിആനത്ത് അല്ലാഹുവോട് മാത്രം എന്ന് പറയുന്നവരാ നമ്മള്. നമ്മൾ അല്ലാഹുവോട് ചോദിച്ചോ? അല്ലാഹുവോട് നമ്മൾ തേടിയോ? അല്ലാഹുവോട് നമ്മൾ പറഞ്ഞോ? നമ്മളെ പ്രയാസ റബ്ബിനോടുള്ളവർ. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹിനോടാകട്ടെ പറയേണ്ടത്. അവിടെ ഒന്ന് ആലോചിച്ചൊക്കെ, ഇതെത്ര വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മൾ പറഞ്ഞോ? നമ്മൾ പറയണം പ്രിയമുള്ളവരെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇതൊക്കെ തൗഹീദിൽ അല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തെ കൃത്യമായി നമ്മൾ വിശകലനം ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അത് തന്നെ ഇവിടെ ലുഖ്മാൻ ഉപദേശിക്കുന്ന ഉപദേശത്തിന്റെ മർമ്മവും ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാതെ പോണത്.
അദ്ദേഹം പറഞ്ഞ വാക്ക്, അദ്ദേഹം പറഞ്ഞ മോനോട് ഉപദേശിച്ചതിന്റെ രത്നച്ചുരുക്കം വളരെ ചെറുതാണ്. കുഞ്ഞു മോനെ, നന്മയാകട്ടെ തിന്മയാകട്ടെ, നീ പ്രവർത്തിച്ചത് എത്ര ചെറുതായാലും ശരി, അത് കടുകുമണിയോളം ചെറുതായാലും ശരി, അതൊരു പാറക്കല്ലിനെ ഉറച്ച പാറന്റെ ഉള്ളിലായാലും ആകാശത്തായാലും ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും ആരും കാണാത്ത കേൾക്കാത്തൊരിടത്ത് കൊണ്ടുപോയി വെച്ചാലും ശരി, തീർച്ചയായിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പരലോകത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും, അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. അതാണ് തൊട്ട വാക്ക് പഠിപ്പിക്കുന്നത്. ആരാ അല്ലാഹു എന്നറിയോ? ഈ അള്ളാഹു ആരാന്ന് മനസ്സിലാക്കാത്തോണ്ട് നമുക്ക് ഇപ്പോഴും പ്രശ്നമാണ്. അള്ളാഹു അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ വാക്കെന്നറിയോ? ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹു ലതീഫാണ്, അള്ളാഹു ഖബീറാണ്. അള്ളാഹു ലതീഫാണ്. അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ് ഖബീർ. അള്ളാഹ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. നാമങ്ങളുടെ കൂട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിൽ 45 സ്ഥലങ്ങളിൽ, എത്ര 45 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട പദമാണ് ലത്തീഫ്. വിശുദ്ധ ഖുർആനിൽ 45 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട പദമാണ് ഖബീർ. രണ്ടും 45 സ്ഥലത്ത് ഒരുപോലെ പ്രയോഗിച്ച പദമാണ്. പ്രിയമുള്ളവർ, ലത്തീഫ് എന്ന് പറഞ്ഞാല് അതിന് 2 ആശയമുണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ. ഒന്നാമത്തെ ആശയം അനുസരിച്ച് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 100-ാമത്തെ ആയത്ത്. ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്, ആയത്ത് വിശദീകരിക്കുന്നില്ല. സൂക്ഷ്മമായി അറിയുന്നവനാണ് അതിന്റെ ഒരു മാന ലത്തീഫ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഒരു മാന കനിവുള്ളവൻ, തന്റെ സൃഷ്ടികളോട് അങ്ങേറ്റം കനിവ് കാണിക്കുന്നവൻ എന്നർത്ഥത്തിൽ 42-ാം അധ്യായം സൂറത്ത് ശൂറയുടെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചെന്നറിയോ? മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. മഹാനായ അബുൽ ആലിയ താബീങ്ങൾ പ്രസിദ്ധനാണ്, അഹ്ലുസുന്നത്തിന്റെ ഇമാമാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ലത്തീഫും ബിസ്തിഖ്റാജിഹാ ഖബീറും ബിമകാനിഹാ. അല്ലാഹു ലത്തീഫാണെന്ന് പറഞ്ഞാൽ അവൻ വളരെ നിസ്സാരമായതുപോലും സൂക്ഷ്മമായി പുറത്തെടുക്കാൻ കഴിവുള്ളവനാണ്. എത്ര ചെറുത് വല്ല കൊണ്ടുവരുന്നത്. ഖബീറും ബിമകാനിഹാ. അല്ലാഹു ഖബീറാണെന്ന് പറഞ്ഞാൽ ഏത് വസ്തുവായാലും അത് എവിടെയായാലും ശരി അല്ലാഹു അതിനെ പറ്റി പൂർണ്ണമായി അറിയുന്നവനാണെന്നാണ്. രത്നച്ചുരുക്കം അതിന്റെ ആശയം പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറുതായ കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നതും വ്യക്തമാണ്. അവയെ കണ്ടെത്താനും അറിയാനും അള്ളാഹ്ക്ക് പൂർണ്ണ ശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ വിശ്വസിക്കുന്ന തൗഹീദ്. ഇതാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്ന തൗഹീദ്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ തൗഹീദ്. എന്റെ റബ്ബ് കാണും, കേൾക്കും, അറിയും എന്ന നിതാന്ത ജാഗ്രത അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞ വാക്ക് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാ പ്രശ്നങ്ങളും നമ്മൾ പറയേണ്ടത് അള്ളാഹിനോട് പറയാന്നുള്ളതാണ് അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അതാണ്. എന്തറിയോ? മൻ ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി. ആര് അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹുവിന് കോപമാണെന്നാണ്. അള്ളാഹിനോട് ചോദിക്കാത്തവരോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കവിതയായിട്ട് അദ്ദേഹം കൊടുക്കുന്നത്. ഭയങ്കര മനോഹരമായ വാക്കാണ്. അദ്ദേഹം പറയാണ്, അള്ളാഹിന്റെ പ്രത്യേകത എന്തറിയോ? അള്ളാഹിനോട് ചോദിക്കാത്തവനോട് അള്ളാഹ്ക്ക് ദേഷ്യ, ചോദിച്ചാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നാൽ മനുഷ്യന്റെ പ്രത്യേകത എന്തറിയോ? മനുഷ്യരോട് ചോദിച്ചാലാണ് ദേഷ്യം. അവിടെ ആലോചിച്ചൊക്കെ 1, 2, 3, 4 വട്ടം ചോദിച്ചു. ഏറ്റവും സബറുള്ള ജീവി എന്താ ഈ കുട്ടി എത്ര പറഞ്ഞാലും മനസ്സിലാത്തത്? മക്കന്റെ ദേഷ്യം വരും. ചോദിച്ചാൽ 3 വട്ടം ചോദിച്ചാൽ, 4 വട്ടം ചോദിച്ചാൽ, ചിലപ്പോൾ 10 വട്ടം ചോദിച്ചാൽ മക്ക് ദേഷ്യം വരും. എന്നാൽ അള്ളാഹുവിനോട് എത്ര ചോദിച്ചാലും, എത്ര തേടിയാലും, എത്ര പറഞ്ഞാലും, എത്ര ആവലാതി ബോധിപ്പിച്ചാലും അള്ളാഹുവിന് അവന്റെ അടിമയോട് ഹുബ്ബുണ്ടാവും. റബ്ബിന് അവന് ഇഷ്ടമാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നു. പക്ഷെ ചോദിക്കാൻ നമ്മൾ ഒരുക്കണ്ടോ? നമ്മുടെ പ്രശ്നത്തിൽ അള്ളാഹിനെ ഇടപെടിപ്പിക്കാൻ നമ്മൾ ഒരുക്കണ്ടോ? അള്ളാഹുവിനോട് മാത്രം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഒരുക്കണ്ടോ? നമ്മൾ തൗഹീദിന്റെ അഹ്ലുകാരല്ലേ? അല്ലാഹ് മദീനല്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹിന്റെ അടിമക്ക് അല്ല പോരെ? മതിയല്ലോ, റബ്ബ് പോരെ. നമ്മുടെ പ്രശ്നത്തിന് റബ്ബ് പോരെ. അതുകൊണ്ട് ചോദിക്കു പ്രിയമുള്ളവരെ. എല്ലാ പ്രശ്നവും ദുനിയാവിന്റേതും മുഖറവിയായതും എല്ലാം അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന ഒരാൾക്കൂട്ടമായി നമ്മൾ മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായി ലുഖ്മാൻ മകൻ നൽകിയ ഉപദേശം നമ്മുടെ മനസ്സിലുണ്ടാകുക, അത് തൗഹീദിന്റെ ഭാഗമാണ് എന്നതിനാൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും തൗഹീദിനെ കൊണ്ട് അലങ്കരിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ.
തൗഹീദിലായി ജീവിച്ച് തൗഹീദിലായി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ശിർക്കിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നും മറ്റ് ബിദ്അത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ, കരുണ ചൊരിയുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നിർവൃതിയും ആശ്വാസവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടത്തെക്കാൾ സമാധാനത്തിലും സന്തോഷത്തിലുമായി നാളെ സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ കഴിയാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന അട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിം അള്ളാഹുർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. ഫലസ്തീൻ, സിറിയ തുടങ്ങിയ ഒരുപാട് പ്രദേശങ്ങൾ ഇന്നും പ്രശ്നകലുഷിതമാണ്. അള്ളാഹുർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ പലരും ഇപ്പോഴുള്ള പല പ്രതിസന്ധികളിലും വളരെ പ്രയാസത്തിലാണ്. അള്ളാഹുർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു GCC അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഉമ്മത്ത് മുസ്ലിമയെ സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അഹ്ലുസുന്നത്തിന് ശക്തി പകരുമാറാവട്ടെ. അള്ളാഹു അഹ്ലുസുന്നത്തിനും ഇസ്ലാമിനും എതിരായ ഏതൊക്കെ കക്ഷികളുണ്ടോ അവർക്ക് അള്ളാഹു തകർത്ത് കളയുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.